മകളെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഗാൽവാനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഗാൽവാനിക് സെൽ തന്നിട്ടുണ്ട്, ഗാൽവാനിക് സെൽ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഈ ഗാൽവാനിക് സെൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള കോപ്പർ 2+ അളവ് കുറയും എന്നാ പറയുന്നത്. കോപ്പറോട് കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ആ കോപ്പർ സൾഫേറ്റിന്റെ കോപ്പർ 2+ അളവ് കുറയും. റിയാക്ഷൻ നടന്നാൽ കോപ്പർ 2+ അളവ് കുറയും എന്ന് അവർ പറയുന്നത്. ഇവിടെയുള്ള കോപ്പർ 2+ അളവ് കുറഞ്ഞു വരും റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവർ പറയുന്നു. ശരിയാണോ നോക്കാം നമുക്ക്. ഓക്കെ, നോക്കാം. ഇവിടെ ആരാ റിയാക്റ്റീവ്? സിങ്ക് അല്ലേ? സിങ്ക് റിയാക്റ്റീവ് ആണ് അല്ലെ? ഇലക്ട്രോ കെമിക്കൽ സീരീസ് അഥവാ ക്രിയാശീല ശ്രേണിയിൽ ആദ്യം വരുന്നത് സിങ്ക് ആയതുകൊണ്ട് സിങ്ക് റിയാക്റ്റീവ് ആണ്. സിങ്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ആ Zn2++ 2 ഇലക്ട്രോണായി മാറി. ആ ഇവിടെ വരുന്ന 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ ഇതുവഴി പോവുക ചെയ്യുന്നത്. ഇതുവഴി പോയി ആ 2 ഇലക്ട്രോൺ ഇവിടെ എത്തും. ക്ലിയർ അല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് കോപ്പർ 2+ ഉണ്ട്, SO4 2- ഉണ്ട്. അപ്പൊ കോപ്പർ സൾഫേറ്റ്, കോപ്പറോട് കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചു. 2 ഇലക്ട്രോണുകൾ എവിടെ എത്തി? കോപ്പർ റോഡിലെത്തി. ഈ 2 ഇലക്ട്രോണിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+, കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വാങ്ങിയിരുന്നായി മാറി, കോപ്പറായി മാറി. അതായത് ഈ റിയാക്ഷൻ നടക്കുന്ന നേരം സിങ്ക് റോഡിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സിങ്ക് ചെറുതായി വരും. എന്താ കാര്യം? സിങ്ക് Zn2+ ആയിട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം കോപ്പർ റോഡിന്റെ അളവ് കൂടി വരും. അതായത് ഇവിടെയുള്ള കോപ്പർ 2+ ഒക്കെ എന്തായി മാറുക? കോപ്പറായി മാറുക. സൊല്യൂഷനിലെ കോപ്പർ 2+ ഒക്കെ കോപ്പർ റോഡിന് മുകളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ കോപ്പറിന്റെ അളവ് കുറയും. അതായത് കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ അളവ് എന്ത് ചെയ്യും? കുറയും. കോപ്പർ റോഡിന്റെ അളവാണ് കൂടുക. ഇവിടെയുള്ള കോപ്പർ 2+ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞ് ഇത് കോപ്പറായി മാറുകയാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണല്ലേ?